മനുഷ്യരല്ലേ വെറുപ്പിക്കണ്ടെന്ന് കരുതി ഒരൽപ്പം സ്നേഹം കാണിച്ചത് പുലിവാലായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അണികൾക്ക്. ആ സ്നേഹം വന്ന വിടവിലൂടെ കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനൊരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വിവാദ ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്ര. പ്രിയങ്ക ഗാന്ധിയെ മിനിമം കോൺഗ്രസുകാർക്കെങ്കിലും ഇഷ്ടമാണെന്ന് വയ്ക്കാം. അവർ ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കുന്നത് കൊണ്ടോ ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ടുമൊക്കെ ആയിരിക്കാം അത്. പക്ഷേ ഈ റോബർട്ട് വാദ്ര എന്ത് കണ്ടിട്ടാണെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന സൂചന നൽകി റോബർട്ട് വാദ്ര ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. ജനസേവനം തന്നെ ഹഠാത് ആകർഷിച്ചു, ഇനി ജനസേവകനാകാതിരിക്കാൻ വയ്യ എന്ന തരത്തിലാണ് വാദ്ര കഴിഞ്ഞ ദിവസം കുറിച്ചിട്ട പോസ്റ്റ്. ജനങ്ങളെ സേവിക്കാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് UP പോലുള്ള ഇടങ്ങളിൽ പോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതലായി ചെയ്യണമെന്നും എന്നെ കൊണ്ടാകുന്ന വിധം ചെറിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയണമെന്നും തോന്നാറുണ്ട്. നിർവ്യാജമായ സ്നേഹവും ബഹുമാനവുമാണ് ഇവിടങ്ങളിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അനുഭവ പാഠങ്ങളൊന്നും തന്നെ പാഴായി പോകരുതെന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇത് പ്രചോദനമാകണം. ഈ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം മാറിയാൽ ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ നീങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് റോബർട്ട് വാദ്രയുടെ കുറിപ്പ്. ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കും കോൺഗ്രസിനും മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ കുരിശാകുന്ന നിരവധി മോഹങ്ങൾ വാദ്ര ഈ കുറിപ്പിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവെന്നാണ് വിമർശകർ പറയുന്നത്. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന വാചകം പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നതിനുള്ള പുറപ്പാടായിരിക്കാമെന്നാണ് പലരും കരുതുന്നത്. ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം വാദ്രയെ സ്നേഹിച്ച ഉത്തർപ്രദേശിലെ ജനങ്ങളെയാണ് ഇപ്പോൾ ആളുകൾ കുറ്റം പറയുന്നത്. രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തന്നെ പോലുള്ള പാവങ്ങളുടെ കള്ളപ്പണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അന്വേഷിക്കുന്നതുമെന്ന വാദ്രയുടെ നിരീക്ഷണം ഗാന്ധിജിയുടെ പാർട്ടി നയിക്കുന്ന തന്റെ യോഗ്യതയായി വാദ്ര ഉയർത്തിപ്പിടിക്കുന്നുവെന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 UPA സർക്കാരുകളുടെ കാലത്തും രാഷ്ട്രീയത്തിന് വെളിയിലായിരുന്നിട്ട് കൂടി വാദ്രയെ കാട്ടിക്കൂട്ടിയ രാഷ്ട്ര സേവനങ്ങൾ ആളുകൾ മറന്നിട്ടുണ്ടാകില്ല. പൊതു ഉടമസ്ഥതയിലുള്ള സർക്കാർ ഭൂമികൾ തട്ടിയെടുക്കുന്നതിലും വൻതോതിൽ കള്ളപ്പണം വിദേശത്തേക്ക് കടത്തുന്നതിലും അദ്ദേഹം പുലർത്തിയതായി പറയപ്പെടുന്ന സൂക്ഷ്മതയും വൈദഗ്ധ്യവും ഇന്നും കോൺഗ്രസിന് മറക്കാനാകാത്ത തലവേദനയാണ്. അതിന്റെ കൂടി ഭാഗമാണ് 5 വർഷം പ്രതിപക്ഷ സ്ഥാനത്തിന് പോലും അർഹതയില്ലാത്ത വിധം പാർട്ടിയെ ശോഷിപ്പിച്ചത്. വീണ്ടും വല്ലവിധേനയും അധികാരത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാദ്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കൂടി നേടി രാജ്യം ഭരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മകളെ വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട് മാത്രം ശല്യക്കാരനായ മരുമകനെ ഒരു അമ്മായിയമ്മ എത്ര നാൾ സഹിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് കുടുംബത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യക്കാരാകമാനം. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം ഇത്രനാൾ താമസിപ്പിച്ചതിന് വാദ്രയുടെ പണമുണ്ടാക്കൽ വിദ്യകൾ നാട്ടിൽ പാട്ടായത് വലിയ അളവ് വരെ കാരണമായിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെയായ കോൺഗ്രസ് ഇത്തവണ 2 കൽപ്പിച്ച പ്രിയങ്കയെ കളത്തിലിറക്കിയെങ്കിലും വാദ്രയ്ക്കെതിരെയുള്ള കേസുകൾ ഒപ്പം തന്നെ BJPയും എടുത്തു പുറത്തിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കിഴക്കൻ UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായുള്ള പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ രംഗപ്രവേശനത്തിന് പിന്നാലെ റോബർട്ട് വാദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാതിലുകൾ കയറിയിറങ്ങുന്ന സ്ഥിതിയുണ്ടായി. അവിടെയൊക്കെ ഉത്തമ ഭാര്യയായി പ്രിയങ്ക അനുഗമിച്ചത് വലിയ വാർത്തയാവുകയും കോൺഗ്രസിന് ഭാരമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് രാജ്യത്തെക്കാൾ വലുത് ഭർത്താവാണെങ്കിൽ ഇന്ത്യ വലിയ അപകടമാണ് കാത്തിരിക്കുന്നതെന്ന് കരുതുന്നവരുമുണ്ട്. താൻ നടത്തിയ കുറ്റങ്ങളെ സംബന്ധിച്ച ചോദ്യം ചെയ്യലുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് വാദ്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നതെന്ന ആരോപണം ശരിയാണെങ്കിൽ അത് രാജ്യത്തിനും കോൺഗ്രസിനും ഗുണകരമായ കീഴ്വഴക്കമായിരിക്കില്ല എന്ന അഭിപ്രായം കക്ഷി വ്യത്യാസമില്ലാതെ ഉയർന്നു വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ അത് മനസ്സിലാക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വാസികളും കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.